ഇക്കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഏറ്റവും അധികം കേട്ടത് മാനനഷ്ട കേസുകളെക്കുറിച്ചാണ്. എന്നാൽ പലപ്പോഴും മാധ്യമ വാർത്തകളിൽ നിറയുന്നതിനപ്പുറത്തേക്ക് ഈ കേസുകൾ എവിടെയും എത്തുന്നില്ല. മാനനഷ്ട കേസുകളെ പറ്റിയും അതിന്റെ നിയമവശങ്ങളെ പറ്റിയും അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സംസാരിക്കുന്നു. ക്രൈം വാച്ചിലെ പ്രത്യേക സെഗ്മെന്റ് ജൂറിസ് കാണാം. ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രമാത്രം ബൃഹത്തായ ലോകത്ത് സ്വാധീനം ചെലുത്തിയ ഒരു കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ IT ആക്റ്റിലും അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള നവമാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇന്ന് ഡിഫാമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ ഡിഫാമേഷനുമൊക്കെ തന്നെ വരുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. പണ്ട് കാലഘട്ടത്തിൽ പത്രങ്ങളിലും അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനങ്ങളിലൂടെ TV ചാനലുകളുമാണ് ഇത്തരത്തിലുള്ള ഡിഫാമേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ഡിഫാമേഷൻ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫാമേഷൻ്റെ ഭാഗമായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പോലീസ് കംപ്ലൈൻറ്റ് പലപ്പോഴും എടുക്കാത്തപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ സിവിലായിട്ട് തന്നെ ഡിഫാമേഷൻ ഫയൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നോട്ടീസ് അയക്കുന്നു. പക്ഷേ നമുക്കറിയാം പല കേസുകളുടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ കൊടുമ്പിരി കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടായാലും അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള പല ആളുകളെക്കുറിച്ചും സമൂഹത്തിൽ പല മഹത് വ്യക്തികൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരാകാം, ബിസിനസ്സുകാരാവാം, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള വിവിധ കാറ്റഗറിയിലുള്ള ആളുകളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫാമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ അപ്പോൾ എന്താകുന്നു, ഉടൻ തന്നെ ഒരു അഡ്വക്കേറ്റിനെ കാണുന്നു, ഇത്ര കോടിക്ക് എന്ത് ചെയ്യുന്നു, വക്കീൽ നോട്ടീസ് അയക്കുന്നു. ആ വക്കീൽ നോട്ടീസ് വീണ്ടും വാർത്തയാക്കിക്കൊണ്ട് താൻ തെറ്റു ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമവും നടന്നു വരുന്നു. പക്ഷേ പലപ്പോഴും ഈ വക്കീൽ നോട്ടീസുകളുടെ ഭാവി എന്തായി, എത്ര പേർ കേസ് ഫയൽ ചെയ്തു എന്ന് പരിശോധിക്കുമ്പോൾ 99% വക്കീൽ നോട്ടീസുകളും അയക്കുന്നതല്ലാതെ പിന്നീട് ആരും തന്നെയും ഈ ഡിഫാമേഷൻ ഫയൽ ചെയ്ത് കാണുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഏകദേശം 10% നമ്മൾ കക്ഷിയോട് ആവശ്യപ്പെടുന്ന തുകയുടെ 10% കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ ഈ കേസ് കോടതി വഴി ഫയൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കോടതി വ്യവഹാരത്തിന് കാത്തു നിൽക്കാതെ ഒരു പുകമറ സൃഷ്ടിക്കുവാനുള്ള ശ്രമവും വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ അയാൾ ഒരു ക്ലീൻ ഇമേജ്, നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാനും അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്നാൽ വളരെ വിശദമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഡിഫാമേറ്ററി ആയിട്ടുള്ള അവാസ്തവമായിട്ടുള്ള യാതൊരു തെളിവുകളുമില്ലാത്ത ഒരു പ്രസ്താവനയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയാലും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും ഏതെങ്കിലും നവമാധ്യമങ്ങളിലൂടെയും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അവർക്ക് നോട്ടീസ് അയക്കാം. അതോടൊപ്പം തന്നെ ഡിഫാമേഷൻ എന്ന നിലയിൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, 10% നമുക്ക് ഉണ്ടായ, അതായത് ആ ഒരു വാർത്ത മൂലം അല്ലെങ്കിൽ ആ ഒരു വാർത്ത പ്രചരിച്ചത് മൂലം നമുക്കുണ്ടായ ബിസിനസ്സിലായാലും വ്യക്തിപരമായിട്ടുണ്ടായ നഷ്ടം ക്ലെയിം ചെയ്യാൻ വേണ്ടി ഒരു എമൗണ്ട്, അത് ആ നഷ്ടപ്പെട്ട ആളാണ് ആ എമൗണ്ടിനെ കുറിച്ച് ധാരണയുള്ളത്. അവർക്ക് കൃത്യമായിട്ട് കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്താൽ തീർച്ചയായിട്ടും, അതായത് കേസ് ഫയൽ ചെയ്ത് 10% നമ്മൾ കെട്ടിവെച്ചിട്ട് കേസ് ഫയൽ ചെയ്താൽ ഈ ഫയൽ ചെയ്യുന്ന ആൾ പ്രൂവ് ചെയ്യേണ്ടത് ആ ഡിഫാമേറ്ററി അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് താങ്കൾ നടത്തിയതെന്ന് പ്രൂവ് ചെയ്യാൻ ഈ എതിർകക്ഷി ബാധ്യസ്ഥമാകും. അങ്ങനെ എതിർകക്ഷി ബാധ്യസ്ഥമായില്ല എങ്കിൽ എതിർകക്ഷിക്കെതിരായിട്ട് നിയമ നടപടികൾ വരാൻ സാധ്യതയുണ്ട്. എതിർകക്ഷിക്കെതിരായിട്ട് സ്വാഭാവികമായിട്ടും കോടതി തന്നെ ഉത്തരവിട്ടുകൊണ്ട് ആ ചോദിച്ച എമൗണ്ട് ഉത്തരവായി വിധി പ്രസ്താവനമായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിധി പ്രസ്താവനം വന്നാൽ തീർച്ചയായിട്ടും ആ എമൗണ്ട് കൊടുക്കാൻ ആ എതിർകക്ഷി ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന ആരെയാണോ അദ്ദേഹം അവാസ്തവ വാർത്തകൾ ഉപയോഗപ്പെടുത്തി ഡിഫാമേഷൻ നടത്തിയിട്ടുള്ളത് അവരോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് അവരെ കൊണ്ട് കേസ് സെറ്റിൽ ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയും ഈ ഡിഫാമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരാളെ അപകീർത്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താമെങ്കിലും അവാസ്തവമായിട്ടാണ് നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. നിയമത്തിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന മാത്രമല്ല ആ ആളിന്, അതായത് നമ്മൾ അപകീർത്തിപ്പെടുത്തിയ ആളിനുണ്ടായ നഷ്ടം നമ്മൾ അത് കോടതി ഉത്തരവിലൂടെ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ പൊതുസമൂഹം തിരിയാനുള്ള കാലഘട്ടം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത്തരത്തിലുള്ള അപകീർത്തിപരമായിട്ടുള്ള
കാര്യങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയത്തുള്ളൂ. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ IT ആക്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും IT ആക്ടിന് പരിമിതികൾ വളരെ വലുതാണ്. അപ്പോൾ പുതിയ നിയമങ്ങളെക്കുറിച്ച് ആവശ്യം ഉയരുമ്പോഴും IT ആക്ടിലെ നിയമം കാർക്കശ്യമാക്കുമ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ പെടുന്ന, അതായത് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന നമ്മുടെ മൗലിക അവകാശത്തെ കടന്നുകയറാത്ത രീതിയിൽ മാത്രമേ നമുക്ക് രാജ്യത്ത് നിയമം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും IT നിയമങ്ങൾ ദുർബലമാകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത്, ആ നിയമങ്ങൾ ഇന്ത്യയിൽ കുറച്ചുകൂടി ശക്തമാക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം. അപ്പോൾ ഒരേ സമയത്ത്, അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത്, നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുവാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്റുകളും നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ ആ സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടരുത്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തുവാനോ മറ്റൊരാളെ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെടുത്തുവാനോ വേണ്ടി ഉപയോഗിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ബുള്ളിംഗ് മൂലം അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം നിരവധി ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെ പേടിച്ചുകൊണ്ട് അവർ മരണത്തിന് കീഴടങ്ങുന്നു, അവർ ട്രോമ സ്റ്റേജുകളിലേക്ക് പോകുന്നു, അവർ വലിയ രീതിയിൽ ഒരു മാനസിക പ്രയാസങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഒരു മാനസിക വൈകല്യങ്ങളിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആർക്കും തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നീട് അവർക്കൊരു ജീവിതം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തെളിവുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നിയമപരമായിട്ടാണ് പോകേണ്ടത്. അല്ലാതെ ഇന്ത്യയിൽ ഒരാൾക്കും ഒരു തെളിവുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആരോപണം ഉണ്ടെങ്കിൽ പോലും നിയമത്തിൻ്റെ പാത പിടിക്കാതെ സോഷ്യൽ മീഡിയയിൽ വിചാരണ നടത്തി ചാപ്പ കുത്തുവാനും സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു കോടതി ഉണ്ടാക്കി അവർ തന്നെ വിധി പ്രസ്താവിച്ച് ഒരു കടന്നീച്ച കുറേ ആളുകൾ കൂട്ടം കൂടി വന്ന് അതിനെ നമ്മൾ പറയുന്ന തേനീച്ച കൂട്ടമെന്നും കടന്തൽ കൂട്ടമെന്നും അല്ലെ പല പല പേരുകളിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ആളുകളെല്ലാം കൂടെ വന്ന് സ്തുതി പാടിക്കൊണ്ടു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അവരെ ബുള്ളിങ് ചെയ്തുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും അവരുടെ അവകാശം നിഷേധിക്കുന്നു. ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. അത് കുറ്റവാളിക്കുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് നിയമപരമായി മാത്രമാണ് ആ കുറ്റത്തിൻ്റെ ബാധ്യത തെളിയിക്കാനുള്ള ബാധ്യതയുള്ളൂ. അതല്ലാതെ ഒരിക്കലും സോഷ്യൽ മീഡിയകൾ ഒരിക്കലും കോടതി മുറികളായി മാറരുത്, വ്യവഹാര കേന്ദ്രങ്ങളായി മാറരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ ആർക്കാണോ ഇതുമൂലം ഉണ്ടാകുന്നത് അവർ തീർച്ചയായിട്ടും കോടതിയിൽ പോകണം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമമാണ് ഇന്ത്യയിലുള്ളത്. തീർച്ചയായിട്ടും അതിന് എന്ത് ചെയ്യേണ്ടി വരും, അവർ ഫൈറ്റ് ചെയ്താൽ ഈ പറയുന്ന അപവാസ്തവ വാർത്ത പ്രചരിപ്പിച്ച ആളുകൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതായിട്ട് വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.